യേശു കർത്താവ് ഏറ്റവും ഒടുവിൽ സുഖപ്പെടുത്തിയത്, സൗഖ്യമാക്കിയത് ആരെയാണെന്നറിയാമോ? ഈ ഭൂമിയിൽ അന്ധന് കാഴ്ച കൊടുത്ത യേശു, ചെകിടന്റെ ചെവിയെ കേൾപ്പിച്ച യേശു കർത്താവ്, പല സന്ദർഭങ്ങളിലും അപ്പമീനുകളെ വാഴ്ത്തി വർദ്ധിപ്പിച്ച് വിളമ്പിയ യേശു കർത്താവ്, കടലിന്റെ മുകളിലൂടെ നടന്ന യേശു കർത്താവ്, മരിച്ചുപോയ യായിറോസിന്റെ പൈതലിനെ ഉയർപ്പിച്ച, മരണപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച കല്ലറയിൽ നിന്ന് 4-ാം നാൾ ഉയർപ്പിച്ച ബെഥാനിയയിലെ ലാസറിനെ ഉയർപ്പിച്ച, അങ്ങനെ അനവധിയായ അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ ചെയ്ത യേശുക്രിസ്തു തന്റെ കാൽവറി മരണത്തിനും തന്റെ പുനരുത്ഥാനത്തിനും മുൻപ് ചെയ്ത അത്ഭുതം ഏതാണെന്നറിയുമോ? ക്രൂശ് മരണത്തിന് തൊട്ടു മുൻപ്, താൻ ക്രൂശിതനാകുന്നതിന് മുൻപ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായിരുന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്ത അത്ഭുതം, മാനുഷികമായി ഒരു ഹീലിംഗ് ഏതാണെന്നറിയുമോ? തന്നെ പിടിക്കുവാൻ വന്ന, തന്നെ പിടിച്ചു കെട്ടുവാൻ വന്ന, തന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ വന്ന ഒരു പട്ടാളക്കാരന്റെ, ഒരു റോമ പടയാളിയുടെ ചെവി പത്രോസ് വെട്ടി താഴെയിട്ടു. പത്രോസ് ചെവിക്ക് വെട്ടിയതല്ല, കഴുത്തിന് വെട്ടിയതാണ്. തെറ്റി ഒഴിഞ്ഞ് ചെവിയിൽ കൊണ്ട് ചെവി മുറിഞ്ഞ് താഴെ വീണു. തന്റെ ശിഷ്യന്റെ മുഖത്ത് നോക്കി, നിന്റെ വാളുറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ അവസാനിക്കുമെന്നുള്ള ആഹ്വാനം അവന് കൊടുത്തിട്ട്, ഈ ലോകത്തിലെ ഒരു സർജന്മാർക്കും അത് ചെയ്യുവാൻ കഴിയുകയില്ല. ഏത് പ്ലാസ്റ്റിക് സർജറി ചെയ്താലും, ഏത് സർജന്മാർ തുന്നിക്കെട്ടിയാലും ഒരു പാടെങ്കിലും അവിടെ കാണും. ഒരു പാടോ അടയാളവും ഇല്ലാതെ മുറിഞ്ഞ് താഴെ വീണ് പോയ തന്റെ ശത്രുവിനെ, തന്നെ പിടിക്കുവാൻ വന്ന പടയാളിയുടെ, പട്ടാളക്കാരന്റെ ചെവിയെടുത്ത് അവിടെ വെച്ചു കൊടുത്ത് അവനെ സുഖപ്പെടുത്തി. അതായിരുന്നു യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ, അല്ലെങ്കിൽ തന്റെ ഭൂമിയിലുള്ള ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ ചെയ്ത ഒരു ഹീലിംഗ്, ഒരു സൗഖ്യം എന്ന് പറയുന്നത്. ഈ കർത്താവിനെ തന്നെയാണോ നിങ്ങളൊക്കെ ആരാധിക്കുന്നത്? ഈ കർത്താവിനെ തന്നെയാണോ ചിലരൊക്കെ വിശ്വസിക്കുന്നത്? ഈ കർത്താവിനെ തന്നെയാണോ ചിലരൊക്കെ പ്രസംഗിക്കുന്നത്? ചുങ്കക്കാരെയും പാപികളെയും കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷണം കഴിച്ച കർത്താവ്, വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് പാപവിമോചനം കൊടുത്ത യേശു കർത്താവ്, 5 കല്യാണം കഴിഞ്ഞ് 5 വിവാഹവും തകർന്ന് തരിപ്പണമായി 5 പുരുഷന്മാരോടുകൂടെ ജീവിച്ച ഒരു സഹോദരിയോട് യേശു സംസാരിക്കുവാൻ തയ്യാറായി.